നമസ്കാരം, ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. നൂതനമായ ആശയങ്ങളിലൂടെ സാധ്യമായ പഠനങ്ങൾ നടത്തി പ്രവാസികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുമെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാനായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് പറഞ്ഞു. അതേസമയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും അത്തരം ചോദ്യങ്ങൾക്ക് നിലവിൽ പ്രസക്തിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാധ്യമാവുന്ന പഠനങ്ങൾ നടത്തി മുഴുവൻ പ്രവാസികളെയും പ്രവാസി ക്ഷേമനിധി ബോർഡിൽ അംഗമാക്കാൻ ശ്രമിക്കുമെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാനായി ചുമതലയേറ്റ ഗഫൂർ പി ലില്ലീസ് പറഞ്ഞു. കേരളത്തിലെ പ്രവാസികളുടെ ക്ഷേമൈശ്വര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കേരള സർക്കാർ 2009 ആരംഭിച്ചിട്ടുള്ള കേരള പ്രവാസി ക്ഷേമ ആക്ട് പ്രകാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന പ്രവാസികളായിട്ടുള്ള ആളുകളുടെ സാധാരണക്കാരും എല്ലാ തരത്തിലുള്ള പ്രവാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ പ്രത്യേക ആക്ട് പ്രകാരം കൊണ്ടുവന്നിട്ടുള്ള ബോർഡാണ് കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ്. നേരത്തെ എനിക്ക് തൊട്ടു മുമ്പ് ശ്രീ KV അബ്ദുൽ ഖാദർ ആയിരുന്നു ചെയർമാനായിട്ടുണ്ടായിരുന്നു. അതിനുമുമ്പ് PT കുഞ്ഞുമുഹമ്മദ് ആയിരുന്നു. നേരത്തെ PMS സലാമതിന്റെ ബോർഡ് ചെയർമാനായിട്ടുണ്ട്. TK ഹംസാഖ് ആയിരുന്നു ഇതിലെ ആദ്യകാലത്തുള്ള ഇതിന്റെ ചെയർമാൻ. വ്യത്യസ്ത കാലയളവിൽ വ്യത്യസ്ത ആളുകൾ വന്നിട്ടുണ്ട്. അതായത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന ബോർഡാണ് കേരളത്തിലെ പ്രവാസി ക്ഷേമനിധി ബോർഡ്. 3000 രൂപ മിനിമം പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരമാവധി 7000 രൂപ വരെ പെൻഷൻ വാങ്ങുന്ന പ്രവാസികൾ ഇന്ന് കേരളത്തിലുണ്ട്. ഒരു മാസം തന്നെ പെൻഷന് വേണ്ടി ഭീമമായ ഏതാണ്ട് 29 കോടി രൂപയോളം പ്രവാസികളുടെ പെൻഷന് വേണ്ടി ഒരു മാസം സർക്കാർ ചെലവഴിക്കുന്നുണ്ട്, ക്ഷേമനിധി ബോർഡ് ചെലവഴിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റു പ്രവാസികൾക്ക് ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രവാസികളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്, അതുപോലെ തന്നെ അസുഖം ബാധിച്ചിട്ടുള്ള പ്രവാസികൾക്ക്, മരണപ്പെടുന്ന പ്രവാസികൾക്ക് അങ്ങനെ വലിയ രൂപത്തിലുള്ള ഒട്ടനവധി സേവനങ്ങൾ നോർക്കയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഈ പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് 2016 പിണറായിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പ്രവാസി ക്ഷേമനിധി ബോർഡിനകത്ത് വെറും 1.25 ലക്ഷം അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർച്ചയായിക്കൊണ്ട് മുഴുവൻ പ്രവാസി സംഘടനകളുടെയും വിശിഷ്യ കേരള പ്രവാസി സംഘത്തിന്റെ ഒക്കെ സജീവമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിക്കൊണ്ട് ഏതാണ്ട് 7.5 ലക്ഷത്തോളം വരുന്ന അംഗങ്ങൾ ഇന്ന് പ്രവാസി ക്ഷേമനിധിയിലുണ്ട്. മാത്രമല്ല ഏതാണ്ട് 70,000-72,000 ആളുകൾ ഒരു മാസം പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നേരത്തെ സൂചിപ്പിച്ചത് 26 കോടി രൂപയോളം പെൻഷൻ വരുന്നുണ്ടെന്നത്. ഇത്രയും ഭീമമായിട്ടുള്ള പെൻഷൻ കൊടുക്കണമെങ്കിൽ വലിയ സ്ട്രഗിൾ സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി ബോർഡും ചെയ്യേണ്ടതുണ്ട്. നൂതനമായിട്ടുള്ള ഈ പ്രവാസികളിൽ നിന്നുള്ള പെൻഡിങ് ആയിട്ടുള്ള വരിസംഖ്യ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ക്രിയാത്മകമായിക്കൊണ്ട് പെൻഷൻ വിതരണം നൽകുന്നതിന് വേണ്ടി പ്രവാസികളുടെ മറ്റെന്തെല്ലാം ആനുകൂല്യങ്ങൾ സാധ്യമാകുമോ അതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള പഠനം നടത്തി, അവലോകനം നടത്തി കൂടുതൽ ഇതിന്റെ ബെനിഫിറ്റ് പ്രവാസികളിലേക്ക് എത്തിക്കുന്ന മുഴുവൻ പ്രവാസികളെയും ക്ഷേമനിധി ബോർഡിന്റെ ഭാഗമാക്കി മാറ്റുക. ഇപ്പോഴും പല പ്രവാസികളായിട്ടുള്ള പലർക്കും ഇതിന്റെ ഗുണം അറിയില്ല. 60 വയസ്സ് വരെയാണ് ഇതിനകത്ത് ചേരാൻ സാധിക്കുക. പലരും 60 വയസ്സ് പിന്നിട്ടതിന് ശേഷമാണ് നമ്മളോടൊക്കെ വന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു വലിയ ക്യാമ്പയിൻ ഇതിന്റെ ഭാഗമായി നടത്തണം. മുഴുവൻ ചെറുപ്പക്കാരായിട്ടുള്ള പ്രവാസികളെയും ഈ പ്രവാസി ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തണം. അതിനാവശ്യമായിട്ടുള്ള നൂതനമായിട്ടുള്ള ആശയങ്ങളാണ് ചാർജ് എടുത്തതിന് ശേഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ 1.5 ലക്ഷം അംഗങ്ങളായിരുന്നത് നിലവിൽ 7.5 ലക്ഷം അംഗങ്ങളായി ഉയർന്നെന്നും 70,000-ഓളം അംഗങ്ങൾ പെൻഷൻ വാങ്ങുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്ന അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് നിലവിലെ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി ആയതിനെ തുടർന്നാണ് ബോർഡ് ചെയർമാനായത്. നിലവിൽ CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരികയാണ് ഗഫൂർ പി ലില്ലീസ്. നേരത്തെ 2 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ന്യൂസ് തിരൂർ.